ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല അടിപൊളിയൊരു സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പണ്ടൊക്കെ ഈ ഒരു സ്നാക്ക് ചിരട്ട വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സ്നാക്ക് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഞാൻ ആദ്യം തന്നെ ഇതിലേക്കുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. വലിയ തരിയുള്ള പഞ്ചസാര ആയതുകൊണ്ടാണ് ഒരു 6 ടേബിൾ സ്പൂൺ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതിലേക്കായിട്ട് 3 മീഡിയം സൈസിലുള്ള മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു മുട്ടയുടെ വലിപ്പം അനുസരിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന മൈദയുടെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അത് പിന്നീട് ഞാൻ ചേർക്കുന്ന സമയത്ത് പറഞ്ഞു തരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ മുട്ടയൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഫൈൻ പൗഡർ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞ് വന്നാൽ മാത്രം മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്നൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ മുട്ടയും പഞ്ചസാരയും മിക്സായി കഴിയുമ്പോൾ ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/4 കപ്പ് മൈദയാണ് ഈ ഒരു 3 മുട്ടയിലേക്ക് എടുത്തിട്ടുള്ളത്. അത് ഓരോ ടേബിൾ സ്പൂൺ വീതം മാത്രം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. കാരണം നമ്മൾ എടുക്കുന്ന മുട്ടയുടെ അളവനുസരിച്ചിട്ട് ചിലപ്പോൾ മൈദയുടെ അളവിലും വ്യത്യാസം ഉണ്ടാവും. ബാറ്റർ ഒരുപാട് തിക്കായി പോകാനും പാടില്ല, ഒത്തിരി ലൂസ് ആവാനും പാടില്ല. പിന്നെ ഈ ഒരു ബാറ്ററിലേക്ക് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു എടുത്തിട്ടുള്ള മുട്ടയുടെ അളവിലേക്ക് ഈ മൊത്തത്തിലുള്ള മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പാകത്തിനാണ് മാവ് വേണ്ടത്. ഒരുപാട് അങ്ങ് തിക്കായിട്ടും വേണ്ട, ഒത്തിരി ലൂസ് ആവാനും പാടില്ല. ഒരുപാട് ലൂസായി പോവുകയാണെങ്കിൽ കുറച്ച് മൈദ കൂടി ചേർക്കുക, അല്ലെങ്കിൽ തിക്കാവുകയാണെങ്കിൽ മുട്ട ഒരു ബൗളിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ചൊഴിച്ച് കൊടുക്കുക. ഇനി ഇത് മൊത്തത്തിൽ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിത് ചെയ്യുന്നത് ഇതുപോലെ ഒരു ചിരട്ട വെച്ചിട്ടാണ്. ചിരട്ട കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് നല്ലപോലെ തന്നെ കഴുകിയിട്ട് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ നല്ലൊരു തുണി വെച്ചിട്ടോ ഒന്ന് തുടച്ചെടുക്കണം. ഒട്ടും തന്നെ അഴുക്കൊന്നുമില്ല. അതുപോലെ അതിൻ്റെ ചകിരിയൊക്കെ നന്നായിട്ട് തന്നെ കളഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലുള്ള ആ ഒരു ഹോള് മാത്രം ഒന്ന് ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ വിരൽ കൊണ്ടൊന്ന് അടച്ചു വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ മാവ് ഒഴിച്ചു കൊടുക്കാം. നിറയൊന്നും ഒഴിക്കേണ്ട, ഒരു ഹാഫിലും കൂടുതലായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് എണ്ണയിലേക്ക് ഒഴിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഈ ഒരു സ്നാക്കിൻ്റെ പേര് കൈവീശൽ എന്നാണ്. ഇത് കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്നാക്കാണ്. എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിൻ്റെ ഇടയിലാക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ചിരട്ട വെച്ച് തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് സോസിൻ്റെ ബോട്ടിലാക്കിയിട്ട് വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ആ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒന്ന് ക്രോസ് ചെയ്യുന്ന രീതിയിൽ ആ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇത് ഒരു സൈഡാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നുമില്ല. 2 സൈഡും ഇതുപോലെ ഒരു നല്ലൊരു കളറാകുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ആയെങ്കിൽ മാത്രമേ ഈ ഒരു കൈവീശൽ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റൂ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ ആ ഹോളിലൂടെ താഴേക്ക് വീഴില്ല. അതുപോലെ ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് ഷേപ്പിലൊന്നും കിട്ടില്ല. അപ്പോൾ ഓരോന്നും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ഈസിയാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇതിന് കൂടുതൽ കുക്കിംഗ് ടൈം ഇല്ല. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. മുട്ടയും മൈദയും പഞ്ചസാരയൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്. അത് വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് ഇഫ്താറിനും ഒക്കെ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെ കണ്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതിൻ്റെ ഒരു സൈഡിലോട്ടുള്ളതൊക്കെ കുറച്ച് അത്യാവശ്യം നല്ല ക്രിസ്പിയാണ്. സെൻട്രലായിട്ട് നമ്മൾ കുറച്ചധികം മാവ് ഒഴിക്കുന്നത് കൊണ്ട് അവിടെ നമ്മൾ കേക്കൊക്കെ കഴിക്കുന്ന പോലെയാണുള്ളത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്